ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഞങ്ങളുടെ വീടിനകത്ത് നിൽക്കുന്ന കറി ലീവ്സ് പ്ലാന്റ് അതെങ്ങനെയാണ് ഇത്രയും വളർന്നതെന്നുള്ളൊരു ടിപ്സാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ കാണുന്ന കറി ലീവ്സില്ലേ, ഞങ്ങളുടെ ഒരു ഫ്രണ്ട് അമേരിക്കയിൽ പോയിട്ട് വന്നപ്പം കൊണ്ടു തന്നതാണ്. അത് വളരാതൊക്കെ ഇങ്ങനെ മുരടിച്ച് നിൽക്കുകയായിരുന്നു. പിന്നെ ഞാൻ ഈ പറയാൻ പോകുന്ന കുറച്ച് പൊടിക്കൈകളൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അത് നന്നായി വളരാൻ തുടങ്ങിയത്. പിന്നീട് ഈ നിൽക്കുന്ന കറിവേപ്പില്ലേ, അതിൻ്റെ ആണെങ്കിൽ ഇത് ഞങ്ങളുടെ 2018 തൊട്ടുള്ള കറി ലീവ്സാണ് കേട്ടോ. അതുകൊണ്ടാണ് എനിക്കിത് വെട്ടിക്കളയുമ്പോൾ ഭയങ്കര സങ്കടം വരുന്നത്. കുറച്ചേറെ നമ്മൾ വെട്ടിക്കളയുന്നുണ്ട്, ഒരു പകുതി മുക്കാലോളം അതിൻ്റെ ലെന്ത് നമ്മൾ വെട്ടിക്കളയുന്നുണ്ട്. എപ്പോഴും വെട്ടിക്കളയുമ്പോൾ ഇങ്ങനെ തളർത്ത് കിളുക്കാറുള്ളത് കൊണ്ട് ഇതിപ്പോൾ 2-3 തവണയായി ഞാൻ ഇങ്ങനെ വെട്ടിക്കളയുന്നു. അത് കഴിഞ്ഞ് കിളുത്ത് വരുന്നതാണിത്. വൺസ് നമ്മളിത് വളർന്ന് പൊങ്ങിക്കഴിയുമ്പം നമ്മുടെ റൂഫേ തൊട്ട് കഴിഞ്ഞാൽ പിന്നെ അധികം വളരത്തില്ല. ഞാൻ ഈ വൃത്തിയാക്കുന്നതൊക്കെ കാണിക്കുന്നതെന്ന് ഞാൻ ചോദിച്ചാൽ ഇൻഡോർ പ്ലാന്റ്സ് ആയതുകൊണ്ട് തന്നെ നന്നായി വൃത്തിയാക്കി സൂക്ഷിച്ചില്ലെങ്കിൽ സ്പൈഡർ വെബ്സ് വരികയും അതുപോലെ ചെറിയ ചെറിയ പ്രാണികളൊക്കെ വരികയൊക്കെ ചെയ്യും. അപ്പോൾ ഇതിൻ്റെ സീക്രട്ട് എന്ന് പറഞ്ഞാൽ ഇതാണ്: നമ്മുടെ മുട്ടത്തോട്, യൂസ്ഡ് മുട്ടത്തോട് വെയിലത്ത് വെച്ച് ഉണക്കി നമ്മൾ പൊടിച്ചെടുക്കും കേട്ടോ. മിക്സിയിലിട്ടിങ്ങനെ പൊടിച്ചെടുക്കും, നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ട് അതാണ് നമ്മൾ നമ്മുടെ കറി ലീവ്സിന് ഇട്ട് കൊടുക്കുന്നത്. നേരത്തെ ഞാൻ കുറേ ടിപ്സൊക്കെ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. നമ്മൾ അരി കഴുകുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കുക, പിന്നെ തേയിലയുടെ യൂസ്ഡ് തേയില പാക്കാണെങ്കിൽ വെയിലത്ത് വെച്ച് ഉണക്കിയിട്ടൊക്കെ ഇത് ഇട്ട് കൊടുക്കുന്നതുമൊക്കെ. അപ്പോൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ, ഇൻഡോർ പ്ലാന്റ്സ് ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ പൊടി, ചെറിയ ചെറിയ പ്രാണികളൊക്കെ വരുമായിരുന്നു. അപ്പം ഇത് വേറെ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഇതിൻ്റെ ടോപ്പ് സോയിൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മാറ്റി കൊടുക്കണം. 1 മാസം അല്ലെ 2 മാസം കൂടുമ്പോൾ ഇതിൻ്റെ ടോപ്പ് സോയിൽ ഒന്ന് മാറ്റി കൊടുക്കുകയും വീണ ഇലയൊക്കെ ഒന്ന് മാറ്റി വൃത്തിയാക്കി മണ്ണൊക്കെ ഒന്ന് ഇളക്കി ഇങ്ങനെ ഇടണം. പിന്നെ മെയിൻലി നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നല്ല സൂര്യപ്രകാശം കിട്ടുന്നിടത്തായിരിക്കണം നമ്മൾ ഈ പ്ലാന്റ്സ് വെക്കുന്നത് കേട്ടോ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ വേറൊരു കാര്യം, ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതായത് 2 ദിവസം കൂടുമ്പോഴെങ്കിലും നന്നായി വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം നന്നായി കുടിക്കുന്ന ഒരു പ്ലാന്റാണ് കറി ലീവ്സ്. പിന്നെ ഇതൊക്കെ നമ്മുടെ ഒരു ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പ്ലാന്റ്സൊക്കെ വീട്ടിൽ വളർത്തുന്നതും ഒക്കെ. ഒരു പോസിറ്റീവ് എനർജി കിട്ടാൻ വേണ്ടി നല്ല കാര്യം തന്നെയാണിത്. പിന്നെ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കമ്പയിൽ നിന്ന് ഞാൻ ലീവ്സൊക്കെ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് ഒരു ബോക്സിനകത്താക്കി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു. കുറച്ചൊക്കെ എൻ്റെ ഫ്രണ്ട്സിനും കൊടുത്തു കേട്ടോ. 2 ഫ്രണ്ട്സിനായിട്ട് ഞാൻ വീതിച്ച് കൊടുത്തു. അപ്പോൾ ഞാൻ ഈ എഡിറ്റ് ചെയ്യുന്നത് തന്നെ ഒരു ആഴ്ച കഴിഞ്ഞിട്ടാണ് എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നോക്കുമ്പോൾ തന്നെ ഇതിന് ചെറുതായിട്ട് നാമ്പ് വന്നു കഴിഞ്ഞു. അപ്പം ഞാൻ ഈ കറി ലീവ്സ് പ്ലാന്റിന് തന്നെ വീഡിയോ ഒരു 4-5 വർഷം മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ അതിനകത്ത് കാണുന്ന കറി ലീവ്സാണ് ഈ കാണുന്നതൊക്കെ. അത് ചെറുതായിട്ട് 2 എണ്ണം ഉണ്ടായിരുന്നു, 1 എണ്ണം കംപ്ലീറ്റ്ലി പോയി. അതിനകത്തുനിന്ന് പൊട്ടി മുളച്ച് വന്നതാണ് നിങ്ങൾ ഈ കാണുന്ന കറി ലീവ്സ്. ഞാൻ കഴിഞ്ഞ വർഷം ഇതേ സമയം തന്നെ ഞാൻ ഈ കറി ലീവ്സ് മുറിക്കുന്ന വീഡിയോ ഇപ്പം നിങ്ങൾ കാണുന്നത്. അത് കഴിഞ്ഞിട്ട് കിളുത്ത് വന്ന കറി ലീവ്സാണ് നിങ്ങൾ ആദ്യം കാണുന്ന വീഡിയോ. ഇപ്പം ഞാൻ നിങ്ങൾക്ക് നല്ലൊരു ടിപ്സ് പറഞ്ഞു തന്നു. അപ്പം മുട്ടത്തോടാണ് ഞാൻ മെയിൻലി ഇപ്പോൾ ഇടുന്നത്. മുട്ടത്തോട് പൊടിച്ചിട്ടിടുന്നതാണ് ഞാൻ ഇപ്പം മെയിൻലി ചെയ്യുന്നത്. ടീ ബാഗ്സ് പൊടിച്ചൊക്കെ ഇടുകയൊക്കെ ചെയ്യാം, പക്ഷേ അതിനേക്കാളും എനിക്ക് എഫക്റ്റീവായിട്ട് തോന്നിയത് നമ്മുടെ മുട്ടത്തോട് പൊടിച്ചിടുന്നതാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യണേ.